അപ്പോൾ ഐ പി സ്വാഗതം. നമസ്കാരം. അത് ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം, എനിക്ക് നേരെ പോകുന്ന സ്റ്റൈലാണ്. നമുക്ക് നുണപ്രചരണങ്ങൾ നടത്തുന്നതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ്. രാഷ്ട്രീയ പ്രവർത്തനം നേരെ സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. 2020-25 കാലത്തിൽ ഇപ്പോഴത്തെ യു ഡി എഫ് കോൺഗ്രസ്സാണ്. 2010-15 അവർ തന്നെയാണ് 2020-25 കാലഘട്ടത്തിൽ വരുന്നത്. 2015-20 കാലഘട്ടത്തിൽ ചെയ്ത ആ റോഡുകളിൽ പോയി നോക്കിയപ്പോൾ മുഴുവൻ സ്ഥലങ്ങളിലും സത്യം പറഞ്ഞാൽ വിഷമം തോന്നി എനിക്ക്. ഞാൻ ഈ കുന്നൂരുവാളിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. വേറെ ജാതി മതമോ ഒന്നും നോക്കാതെ അവരോടൊപ്പം നിന്നതിൻ്റെ ആ സ്നേഹമാണ് അവർ എന്നോട് കാണിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പ്രാവശ്യം നമുക്ക് LDF കുന്നൂരുവാട് തിരിച്ചു പിടിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്ക് 100% ഉള്ളത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി എൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാം, വീഡിയോ എൻ്റെ ഉണ്ട്. അന്ന് രാത്രി നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി അതേ സ്ഥാനത്ത് പോകുമ്പോൾ രാത്രി സഹാക്കളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. കാരണം പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് ആ പുള്ളി വരുത്തിയപ്പോൾ ഒരു സഹാവിൻ്റെ കയ്യിലൂടെ പാമ്പ് എഴഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ കൊച്ചു കുട്ടികൾ കളിക്കുന്ന സമയത്ത് പന്ത് എടുക്കാൻ വേണ്ടി പോണ സമയത്ത് വല്ലതാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന പോലെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കാര്യം വെച്ചാൽ BJPക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടി സീറ്റ് കുറയും. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. നമുക്ക് നോക്കാമല്ലോ, ജനങ്ങളത് കൃത്യമായൊരു വിധി എഴുതും. BJP കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഉറപ്പായിട്ട് ഇപ്രാവശ്യം സീറ്റ് കുറയും. LDFന് ഇപ്രാവശ്യം സീറ്റിൻ്റെ വർധനവ്, നല്ല രീതിയിൽ വർധനവ് ഉണ്ടാവും. അതിനകത്ത് ഏതൊരു മാറ്റവുമില്ല. പിന്നെ കാണാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതല്ല. ജനങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ വിധി എഴുതും. അപ്പോൾ ആ ഒരു സീറ്റിൽ കുന്നുവഴി ഉറപ്പായിട്ടുണ്ടാവും. കുന്നുവഴി ഉറപ്പായിട്ട് LDF ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും. എനിക്ക് നമസ്കാരം, SV അരുളലാണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ അവസാന മണിക്കൂറുകളിലാണ്. ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല. യങ്, വൈബ്രൻറ്റ് ആൻഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള തിരുവനന്തപുരം നഗരത്തിലെ സ്വന്തം IP ഈ അവസാന മണിക്കൂറിൽ എന്താണ് കുന്നുകുഴി വാർഡിൽ ഈ ഇത്രയും ദിവസത്തെ, അതായത് മാരത്തോൺ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൂടെ എന്തൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇക്കുറി എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു വാർഡിൽ മുൻ കൗൺസിലർ എന്ന രീതിയിലെ പ്രവർത്തന പരിചയം വെച്ചിട്ട് അനുകൂലമായ ഘടകങ്ങളാക്കാൻ കഴിഞ്ഞ കാര്യമെന്ന് IP തന്നെ നിങ്ങളോട് വിശദീകരിക്കും. അപ്പോൾ IP സ്വാഗതം. നമസ്കാരം. അവസാന ലാപ്പിലാണ് പറഞ്ഞതുപോലെ ഇനി ഏതാനും മണിക്കൂറുകൾ, ഒരു രാത്രി വെളുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, ഒരു പഴയ വാർഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ ഒരു മാസമായി കുന്നൂർ വാർഡിൽ LDF നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ ജനങ്ങളിലെ ഫസ്റ്റ് പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2015-20 കാലഘട്ടത്തിൽ UDFിൽ നിന്നും ഈ വാർഡ് തിരിച്ചു പിടിച്ചാണ് ഞാൻ വരുന്നത്. അന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തത് ജനങ്ങൾക്കൊപ്പം കാണുമെന്നായിരുന്നു. ആ വാക്ക് എനിക്ക് പാലിക്കാൻ വേണ്ടി അന്ന് സാധിച്ചിട്ടുണ്ട്. അന്ന് നഗരസഭ ഭരിക്കുന്ന LDF ആയിരുന്നു. മേയറായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള VK പ്രശാന്തായിരുന്നു. അന്ന് VK പ്രശാന്തിൻ്റെ സഹായത്തോടെ തന്നെ നഗരസഭയുടെ ആനുകൂല്യങ്ങൾ, ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം, ക്ഷേമപ്രവർത്തനമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വാർഡിൻ്റെ വികസന പ്രവർത്തനത്തിന് കൃത്യമായി നഗരസഭ അനുവദിക്കുന്ന ഓരോ വർഷവും ഒരു കൗൺസിലറിന് 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഒരു കൗൺസിലറിന് അനുവദിക്കുന്നത്. അത് കൃത്യമായി തന്നെ വാർഡിൽ ഫണ്ട് ലാപ്സായി പോവാതെ തന്നെ കൃത്യമായി വാർഡിലേക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. 5 വർഷവും നല്ല കൃത്യമായിട്ടുള്ള നഗരസഭയുടെ വികസന ഫണ്ടുകൾ കൃത്യമായി 5 വർഷവും ലാപ്സായി പോവാതെ കൃത്യമായി വാർഡിൽ വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു. കുന്നൂർ വാർഡിലെ മുഴുവൻ ഇട റോഡുകൾ, നഗരസഭയുടെ റോഡുകൾ മൊത്തം തന്നെ ടാർ ചെയ്യുക, ഇൻ്റർലോക്ക് ചെയ്യുക, കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ 2015-20 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2010-15 കാലഘട്ടത്തിൽ 2020-25 കാലഘട്ടം ആയിരുന്ന കൗൺസിലറായിരുന്നു അന്നും ഇവിടെ ഉണ്ടായിരുന്നത്. 2015-20 കാലഘട്ടത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ അവിടെ ഈ വാർഡിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ 2010-15 കാലഘട്ടത്തിൽ ഒന്നും നടന്നില്ല എന്നുള്ള കാര്യമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അത് ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം, എനിക്ക് നേരെ പോകുന്ന സ്റ്റൈലാണ്. നമുക്ക് നുണപ്രചരണങ്ങൾ നടത്തുന്നതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ്. രാഷ്ട്രീയ പ്രവർത്തനം നേരെ സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. 2020-25 കാലത്തിൽ ഇപ്പോഴത്തെ യു ഡി എഫ് കോൺഗ്രസ്സാണ്. 2010-15
അവർ തന്നെയാണ് 2020-25 കാലഘട്ടത്തിൽ വന്നത്. 2015-20 കാലഘട്ടത്തിൽ ചെയ്ത ആ റോഡുകളിൽ പോയി നോക്കിയപ്പോൾ മുഴുവൻ സ്ഥലങ്ങളിലും സത്യം പറഞ്ഞാൽ വിഷമം തോന്നി എനിക്ക്. ഞാൻ ഈ കുന്നൂർ വാളിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. എല്ലാ റോഡുകളും ടൈലിട്ടിടത്തിന് ചിലയിടത്ത് ടൈല് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് മാറ്റാനോ അതിനെ പുനഃസ്ഥാപിക്കാനോ ഒക്കെ സാധിച്ചിട്ടില്ല. പല ഭാഗങ്ങളിലും കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. വഴികൾ ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. റോഡുകളെല്ലാം ടാറിട്ട റോഡുകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ പൊളിഞ്ഞ് അത് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കുന്നൂർവാളിലെ ജനങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനെതിരെ ഒരു വിധി എഴുതും. കാരണം വെച്ചാൽ ഒരു കൗൺസിലർക്ക് വിനിയോഗിക്കേണ്ട ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നതിൽ കഴിഞ്ഞ UDF എന്ന കൗൺസിലർ തീർത്തും പരാജയമായിരുന്നു. അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിവരാവകാശമായിട്ട് വേണമെങ്കിലും വിവരാവകാശമായിട്ട് എല്ലാ രേഖകളും കിട്ടുമല്ലോ. അപ്പോൾ വിവരാവകാശമായിട്ട് വേണമെങ്കിൽ നമുക്ക് അത് പരിശോധിക്കപ്പെടാം. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാര്യം നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വളരെ സ്വാധീനമുള്ളൊരു വാർഡെന്നാണ് പൊതുവെ കുന്നൂഴി അറിയപ്പെടുന്നത്. അതാണ് IP ബിനുവിലൂടെ പിടിച്ചെടുക്കപ്പെടുന്നു. പിന്നീട് അത് വീണ്ടും അടുത്ത ടേൺ വരുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോകുന്നു. അത് അടുത്ത ഒരു 2025 കാലഘട്ടം എത്തുമ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിട്ട് പാർട്ടി ഏറ്റെടുക്കുമ്പോൾ എന്താണ് പ്രചരണ രംഗത്ത് നിന്ന് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? പ്രചരണ രംഗത്ത് നമ്മൾ വളരെ മുന്നിലാണ്. ഞാൻ നേരെ പോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. LDFൻ്റെ ലക്ഷ്യം. വീടുകളിലൊക്കെ തന്നെ നല്ല സ്വീകാര്യതയാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള ഇതാണ്. ഇതിൽ 5 റൗണ്ട് നമ്മൾ സഖാക്കളോടൊപ്പം LDF സഖാക്കളോടൊപ്പം എല്ലാ വീടുകളിലും ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ പ്രാവശ്യം പോകാൻ നഷ്ടം. അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീടുകളിലേക്ക് ഞാൻ പോയി. അപ്പോൾ അപ്പോഴാണ് യഥാർത്ഥ സ്വീകാര്യത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്കെല്ലാം തന്നെ വലിയ സ്വീകാര്യതയാണ്. നമുക്കറിയില്ല, ഒരാൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിച്ച് ആനയിച്ച് അവർ 5 മിനിറ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർക്ക് പ്രധാനമായി വിളിപ്പുറത്ത് എത്തുന്ന ആളായിരിക്കണം എന്നുള്ള അതിനകത്ത് പ്രത്യേകിച്ച് അവർ രാഷ്ട്രീയമൊന്നും അവർ പ്രത്യേകം നോക്കാറില്ല. വിളിപ്പുറത്തുണ്ടാവണം, അവരെ സഹായിക്കാൻ വേണ്ടി. ഞാൻ ഒരു വിഷയം ഉണ്ടായാൽ ഇപ്പോൾ ഒരു വാർഡിനകത്ത് വിഷയങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, 1 സീവേജ് വിഷയം വരും, 2 ചിലപ്പോൾ ഈ പോസ്റ്റ് ലൈറ്റ് കത്താത്ത വിഷയം വരും, ചിലപ്പോൾ കുടിവെള്ളം കിട്ടാത്ത ചില സമയങ്ങളിൽ കുടിവെള്ളം കിട്ടാതിരിക്കും, ചിലപ്പോൾ മാലിന്യം റോഡിൽ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ വരും, ചിലപ്പോൾ വലിയ മൃഗങ്ങളോ ജന്തുക്കളോ മരിച്ചു വീണ് ചത്ത് റോഡിൽ കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിനെല്ലാം ആദ്യം അവർ ആശ്രയിക്കുന്ന ആരെയാണ്? MLA MP അല്ല, അവർ കൗൺസിലറാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ കൃത്യമായ ഒരു തീരുമാനം ഞാൻ നിന്ന സമയത്ത് കൃത്യമായി ഇതിനെല്ലാം പരിഹാരം വിളിപ്പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കുന്നൂർ വാളിലെ ജനങ്ങൾ ഉറപ്പായിട്ടും ഇപ്രാവശ്യം എന്നെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അത് എനിക്ക് അവരുടെ അടുത്ത് പോകുമ്പോൾ മനസ്സിലായതാണ്. അവർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ള കാര്യം. അത് 2015-20 കാലഘട്ടത്തിൽ നിന്ന് നടത്തിയ അവരോടൊപ്പം രാഷ്ട്രീയം നോക്കാതെ, വേറെ ജാതി മതമോ ഒന്നും നോക്കാതെ അവരോടൊപ്പം നിന്നതിൻ്റെ ആ സ്നേഹമാണ് അവർ എന്നോട് കാണിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പ്രാവശ്യം നമുക്ക് LDF കുന്നൂർ വാർഡ് തിരിച്ചു പിടിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്ക് 100% ഉള്ളത്. ഈ ആദ്യ വിജയത്തിൽ കോൺഗ്രസിന് തന്നെ റിബൽ ഉണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏകദേശം 135 വോട്ടിന് വിജയിക്കുന്ന 144 വോട്ടിന് വിജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് കോൺഗ്രസിന്റെ റിബൽ ശല്യം ഇല്ലാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ആരോപണമുണ്ട്. ഇത്തവണ അങ്ങനെ റിബൽ ശല്യം ഇല്ലാതെ മത്സരിക്കുന്ന സന്ദർഭത്തിൽ അത്തരം ആവശ്യങ്ങളില്ല, അല്ലാതെ തന്നെ വോട്ടർമാർ നേരിട്ട് തിരഞ്ഞെടുക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കാര്യം വെച്ചാൽ VK പ്രശാന്ത് ഇവിടെ നിന്നല്ലോ MLA ആയിട്ട് മത്സരിക്കുമ്പോൾ ഈ വാർഡിലെ എല്ലാ ബൂത്തും ലീഡ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് UDFൻ്റെ കുത്തക വാർഡെന്നത് പറയാൻ പറ്റത്തില്ല. ജനങ്ങൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കി ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ആളുകളെ വിജയിപ്പിക്കുക എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. അതിൻ്റെ തെളിവാണല്ലോ VK പ്രശാന്ത് MLA ഇവിടെ മത്സരിക്കുമ്പോൾ എല്ലാ ബൂത്തുകളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് അവർ തീരുമാനിക്കും ആരെ ജയിപ്പിക്കണം ആരെ വിജയിപ്പിക്കണ്ട എന്നുള്ള കാര്യം അവർ ജനങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് അങ്ങനെ റിബൽ ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ജനം അവരുടെ സമ്മതിദാന അവകാശം ഇത്തവണ അനുകൂലമായി വിനിയോഗിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ കുന്നൂഴി വാർഡിലെ ഈ പ്രചരണ രംഗത്തേക്ക് കടന്നപ്പോൾ
പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ കണ്ടു കാണും. അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ? ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്ക് ആവശ്യമായ ന്യായമായ നീതിയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും, സംശയമുണ്ട്. 2015-20 കാലഘട്ടത്തിൽ നിന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എനിക്ക് എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ആ വഴികളെല്ലാം കണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, MN ലൈൻ, പുഷ്പ ലൈൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രചരണത്തിന് പോകുമ്പോൾ കൊച്ചു കുട്ടികളിൽ നിന്ന് ഈ ക്രിക്കറ്റ് കളിക്കാൻ അവധി ദിവസം കൊച്ചു കുട്ടികൾ അവർ കളിക്കുന്ന സമയത്ത് അവർ ഈ ക്രിക്കറ്റ് ബോൾ വരെ പുല്ലിൻ്റെ ഇടയിലേക്ക് പോകണം. അപ്പോൾ അവരൊന്ന് പുല്ലിൻ്റെ ഇടയിൽ പരുതേറും. അത് കഴിഞ്ഞ് അന്ന് രാത്രി എൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാം, വീഡിയോ എൻ്റെ ഉണ്ട്. അന്ന് രാത്രി നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി അതേ സ്ഥാനത്ത് പോകുമ്പോൾ രാത്രി സഹാക്കളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. കാരണം പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് ആ പുള്ളി വരുത്തിയപ്പോൾ ഒരു സഹാവിൻ്റെ കയ്യിലൂടെ പാമ്പ് എഴഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ കൊച്ചു കുട്ടികൾ കളിക്കുന്ന സമയത്ത് യാദർശ്യമായി പന്ത് എടുക്കാൻ വേണ്ടി പോണ സമയത്ത് വല്ലതുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു. നമ്മൾ അങ്ങനെയുള്ള ഇടവഴികൾ നഗരസഭയെ കൊണ്ട് ക്ലീൻ ചെയ്യണ്ടേ? അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ട് എല്ലാ ഇടവഴികളും ആ നഗരസഭയുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞ് അത് ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അത്രയ്ക്ക് ജീവനക്കാർ നമ്മുടെ നഗരസഭയിലുണ്ട്. ഓരോ സോണലിലും ഓരോ വാർഡിലേക്കും അത്യാവശ്യം ജീവനക്കാരിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് കൗൺസിലിനുള്ളത്. അത് ചെയ്യുന്നില്ല. അതിൽ തീർത്തും പരാജയമാണ്. ഇവിടെ അടുത്ത് തന്നെ ബാട്ടങ്ങിൽ പാർക്ക്, ആ പാർക്കിനകത്ത് നോക്കിയാണ് കാട് പിടിച്ച് കിടക്കുകയാണ്. എന്ത് മനോഹരമായിട്ട് LDF നഗരസഭ കൊണ്ടുവന്ന ആ പാർക്ക് വൃത്തിയാക്കി നല്ല നവീകരിച്ച് വന്നപ്പോൾ അതിനകത്ത് മൊത്തം ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറവുകളുണ്ട്. പിന്നെയുള്ള വിഷയം എന്ന് വെച്ചാൽ സീവേജിൻ്റെ ചില വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. സീവേജിൻ്റെ വിഷയം വരുമ്പോൾ കൗൺസിലർ വിഷയങ്ങൾ ഇടപെടേണ്ട ചെയ്യണം. അല്ലാതെ MLAയുടെ ഇതാണെന്ന് പറഞ്ഞാൽ തലയിൽ എളുപ്പ വഴി രക്ഷപ്പെടാൻ വേണ്ടി അത് MLA ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യേണ്ടത്. MLA ആണ് ചെയ്യണമെങ്കിൽ MLA ഇവർ അറിയിക്കണ്ടേ? അറിയിക്കാതെ ഒഴിഞ്ഞു മാറുകയല്ലോ. MLAയുടെ തലയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറുകയല്ലോ ചെയ്യേണ്ടത്. അങ്ങനെയാണോ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ടത്? ഒരു ജനങ്ങളുടെ വിഷയം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിരിക്കണം. കഴിയുന്നോളത്തോളം അത് പരിഹാരം കാണാൻ ശ്രമിക്കുകയെങ്കിലും വേണം. അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഞാൻ 2015-20 കാലത്ത് ഞാൻ വരുമ്പോൾ ആദ്യം വരണമെന്ന് വെച്ചാൽ ഞാൻ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ അതിൻ്റെ വ്യക്തമായ രേഖയും ഒക്കെ ഉണ്ട്. നമ്മുടെ AKSൻ്റെ താഴേക്ക് വരുന്ന വഴി, യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡ്, വിവേകാനന്ദൻ്റെ മുൻവശം മൊത്തം വേസ്റ്റ് കൂമ്പാരമായിരുന്നു. 2 RC സ്ട്രീറ്റിനകത്ത് ഒരു കമ്പസ്റ്റേഷൻ്റെ അടുത്ത് അതൊരു കടന്നു പോകാൻ പറ്റില്ലായിരുന്നു, വേസ്റ്റ് കൂമ്പാരമായിരുന്നു. 3 ലോ കോളേജിൻ്റെ, നമ്മുടെ ലോ കോളേജ് ജംഗ്ഷനിൽ നിന്നും ബാട്ടങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന ലോ കോളേജിൻ്റെ സൈഡിലുള്ള വഴിയിൽ വേസ്റ്റ് കൂമ്പാരമായിരുന്നു. ഇവിടെ എല്ലാം വേസ്റ്റ് മാലിന്യങ്ങൾ മാറ്റി അവിടെ ബിന്ന് സ്ഥാപിച്ചു. ആരാ സ്ഥാപിച്ചത്? ബിന്ന് സ്ഥാപിച്ചു നഗരസഭ. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവനക്കാരെ ഇട്ടു, ഈ RCയിലും ബാട്ടങ്ങൽ പ്രദേശത്ത്. എന്നിട്ട് വിവിധ കോളേജിൽ, നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയല്ലോ വലിയൊരു ഹാർട്ട് ഓഫ് സിറ്റിയാണ് ഈ കുന്നൂഴി വാർഡ്. ഈ വാർഡിലുള്ള തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ലോ കോളേജുണ്ട്, സിറ്റി സ്കൂളുണ്ട്, അതോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗെയിംസിൻ്റെ ജില്ലാ ഓഫീസുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കത്ത് കൊടുക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ വന്ന് ഈ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം വീടുകൾ തോറും നടത്തി. അതിൻ്റെ ഫലമായി തെരുവിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നത് ഒഴിവായി. പകരം വേസ്റ്റ് വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ നേരെ ഈ ബിന്നിലേക്ക് വരികയും ബിന്നിലേക്ക് അത് അവിടെ നിൽക്കുന്ന ജീവനക്കാരെ ഏൽപ്പിക്കുന്ന അവസ്ഥ വന്നു. അപ്പോഴത്തേക്കും ആ വേസ്റ്റിൻ്റെ വിഷയം കുറേ മാറിക്കഴിഞ്ഞു. അതിപ്പം പറയുന്നത് വെച്ചാൽ അതിപ്പോൾ ഇരുന്ന് UDF കൗൺസിലറാണ് കൊണ്ടുവന്നുള്ള നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. എന്തിനാണ് നുണ പറഞ്ഞിങ്ങനെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനിയും വേസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുണ്ട്. ആ പ്രദേശത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇത് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. സീവേജിൻ്റെ വിഷയമുള്ള ചില പ്രദേശങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടണം. ഇപ്പോൾ RCയിൽ സീവേജിൻ്റെ വിഷയം ഇപ്പോൾ MLA ഇടപെട്ട് 77 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് സീവേജിൻ്റെ ലൈൻ ഇത് ചെയ്യുകയാണ്. അതേ കണക്ക് തന്നെ ബാട്ടങ്ങിൽ പ്രദേശത്തും സീവേജിൻ്റെ ചില പ്രദേശത്ത് വിഷയങ്ങളുണ്ട്. അതിന് പുതിയ ലൈൻ ഇടാവേണ്ടി ഇതുണ്ടാവണം. LDF സർക്കാർ വേറൊരു കാര്യം കൊണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും സൗജന്യമായിട്ട് പൈപ്പ് ലൈൻ ഇട്ടു. അത് LDF സർക്കാർ കൊണ്ടുവന്ന പിണറായി നേതൃത്വത്തിലുള്ള LDF സർക്കാർ കൊണ്ടുവന്ന ഒരു ഇത് കാരണം എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് പൈപ്പ് ലൈൻ കിട്ടുന്ന ഇതുണ്ടായിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു അവസ്ഥ വെച്ചാൽ അറവുശാല. അറിയാമല്ലോ, നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അറവുശാലയാണ്.
നമ്മളെ കുന്നൂഴിലുള്ളത്. അത് 2010-15 കാലഘട്ടത്തിലാണ് പൂട്ടിയത്. അന്ന് ആരായിരുന്നു ഇവിടെ കൗൺസിലർ? 2015-20 കാലഘട്ടത്തിൽ ഞാൻ വരുമ്പോൾ ആദ്യമായി എല്ലാ കൗൺസിലർമാരും ലെറ്റർ പേഡ് കൊടുക്കും. ആദ്യമായി കൊടുത്ത എൻ്റെ ലെറ്റർ പേഡ് എന്ന് വെച്ചാൽ ഈ അറവുശാല ആധുനിക സംവിധാനത്തോടെ തുറക്കണമെന്നായിരുന്നു. അതിന് VK പ്രശാന്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അതിൻ്റെ ടെൻഡറായി അന്ന് അപ്പം മുതലാണ് വർക്ക് തുടങ്ങുന്നത്. അത് ആര്യ രാജേന്ദ്രൻ മേയറായി വന്നപ്പോൾ രണ്ടാമത്തെ നഗരസഭ, നമുക്ക് ശേഷം വന്ന നഗരസഭ അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള എല്ലാ ഉദ്ഘാടനങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം നല്ല കാര്യങ്ങൾ എന്തായാലും തിരുവനന്തപുരം നഗരസഭ LDF നൽകുന്ന നഗരസഭ നടത്തിക്കൊണ്ടുവരുന്നു. അതിനൊക്കെ തന്നെ തൊഴിലുറപ്പ് പണ്ടറിയാമല്ലോ, അരുൺ തന്നെ വ്യക്തമായിട്ടുള്ളത്. പണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ തൊഴിലുറപ്പ്. അത് നഗരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ആര്യ രാജേന്ദ്രൻ്റെ, നേരത്തെ VK പ്രശാന്തും ശ്രീകുമാർ ഇരുന്നപ്പോഴാണ് അത് നഗരങ്ങളിലേക്ക് മറ്റെന്നുള്ളതിൽ തീരുമാനമെടുത്തത്. അത് ഇപ്രാവശ്യം കൃത്യമായിട്ട് ആര്യ രാജേന്ദ്രൻ അത് നടപ്പിലാക്കി കൃത്യമായിട്ട് തൊഴിലുറപ്പ് അത് കൃത്യമായി വാർഡിൽ ഇത് വന്നു. കുറച്ച് ആൾക്ക് പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ LDF നേതൃത്വത്തിലുള്ള നഗരസഭ ആര്യ രാജേന്ദ്ര നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ അല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ കുന്നൂഴി വാർഡ് വിട്ടിട്ട് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. അവകാശവാദങ്ങൾ പലത് വരുന്നുണ്ട്. BJP മേയറെ, അതായത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മേയർ ഉണ്ടാകും, അങ്ങനെ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ അവസാന ലാപ്പിൽ എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ആ നഗരസഭയിൽ ഇത്തവണ ഇവരുടെ അവകാശവാദങ്ങൾ വല്ലതും യാഥാർത്ഥ്യമാവും? ഒരിക്കലും അവരുടെ അവകാശവാദം യാഥാർത്ഥ്യമാവില്ല. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന പോലെയാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളൂ. കാരണം വെച്ചാൽ BJPക്ക് കഴിഞ്ഞ വർഷത്തെങ്ങാണ്ട് സീറ്റ് കുറയും. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. നമുക്ക് നോക്കാമല്ലോ, ജനങ്ങൾ അത് കൃത്യമായിട്ട് വിധി എഴുതും. BJP കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഉറപ്പായിട്ട് ഇപ്രാവശ്യം സീറ്റ് കുറയും. LDFന് ഇപ്രാവശ്യം സീറ്റിൻ്റെ വർധനവ്, നല്ല രീതിയിൽ വർധനവ് ഉണ്ടാവും. അതിനകത്ത് ഏതൊരു മാറ്റവുമില്ല. പിന്നെ കാണാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതല്ല. ജനങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ വിധി എഴുതും. അപ്പോൾ ആ ഒരു സീറ്റിൽ കുന്നൂഴി ഉറപ്പായിട്ടുണ്ടാവും. കുന്നൂഴി ഉറപ്പായിട്ട് LDF ഇപ്രാവശ്യം തിരിച്ചുപിടിക്കും. എനിക്ക് അത്ര വിശ്വാസം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അവരെന്നെ നെഞ്ചിലേറ്റി എന്നുള്ളത് ഞാൻ യാഥാർത്ഥ്യമായി പറഞ്ഞാണ്. എന്നെ എന്തായാലും കുന്നൂരിലെ നിവാസി, അവർക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ അറിയാം, എന്നെ അവർക്കും അറിയാം. അതുകൊണ്ട് അവരിപ്രാവശ്യം എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതാണ് കുന്നുകുഴി വാർഡിൽ IP ബിനുവിൻ്റെ വിശേഷങ്ങൾ. അതായത് വികസനങ്ങൾ ഊന്നി മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, അല്ലാതെ നുണകളോ വ്യാജ പ്രചരണങ്ങളെ ഒന്നും കൂട്ടുപിടിക്കുന്നില്ല. ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. മുമ്പ് താൻ എന്തായിരുന്നു ഈ വാർഡിൽ, അത് അതേപടി നടപ്പാക്കി അവരുടെ വരുന്ന 5 വർഷം ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ വാർഡിലുണ്ടായ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അവർക്കൊപ്പം അവരിൽ ഒരാളായി ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് IPയുടെ ഉറപ്പ്. ഇതാണ് കുന്നുകുഴി വാർഡിൽ നിന്ന് തരാനുള്ള അവസാന ലാപ്പിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ബൈ.